ടീച്ചറേ, ഇന്നത്തോടുകൂടി NSSന്റെ ക്യാമ്പ് അങ്ങോട്ട് തീർന്നു. ആ തലവേദന ആയിട്ട് ഒഴിവായി കിട്ടി. അതെ, എത്ര ദിവസം ഒരാഴ്ചയല്ലേ നമ്മൾ ഇതിന്റെ പുറകെ. എക്സാമിന്റെ പേപ്പർ ചെക്ക് ചെയ്യാൻ ഇനി ഉണ്ട്. സാറിന്റെ എന്തായി? അത് ആലോചിക്കുമ്പോഴാണ് ഇനിയും ഭ്രാന്ത് പിടിക്കുന്നു. ഹലോ ഹലോ, ഫാത്തിമ മിസ് അല്ലേ? ഞാൻ മേഘയുടെ പാരന്റ് ആയിരുന്നു. ആ പറയൂ മാം. എന്താ മാം? എനിക്ക് മോളെ പിക്ക് ചെയ്യാൻ വരാൻ പറ്റില്ല കേട്ടോ. മാം അവള് മേഘ തന്നെ പോകുന്നുള്ളൂ. ഓക്കെ, അവള് തന്നെ വരാറുണ്ട്, കുഴപ്പമില്ല, വിട്ടോളൂ. ഓക്കെ. വിഷ്ണു സാറിന്റെ ക്ലാസ്സിലെ മേഘ എന്നുള്ള സ്റ്റുഡന്റ് ഇല്ലേ, മേഘയുടെ പാരന്റ് ഇപ്പൊ വിളിച്ചത്. അപ്പൊ മേഘനെ പിക്ക് ചെയ്യാൻ അവർക്ക് വരാൻ എന്തോ തടസ്സമുണ്ട്. അപ്പൊ കുട്ടി തനിയെ പോയിക്കോളൂന്നാ പറഞ്ഞത്. പാരന്റ് വിളിച്ചു. അപ്പൊ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിഷ്ണു സാറ് കാറിനല്ലേ പോകുന്നേ? ആ കുട്ടിയുടെ സെയിം റൂട്ട് തന്നെയല്ലേ? അപ്പൊ മേഘനെ പിക്ക്. ഓക്കെ, അപ്പൊ സാറ് പിക്ക് ചെയ്താൽ മതി. ഓക്കെ. മേഘയെ ഞാൻ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ ഇറക്കി തന്നാ പോരെ? മതി സർ. ഹലോ. അയ്യോ, എപ്പോഴായിരുന്നു? അല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? ഞാനിപ്പോ വരാം. എവിടെയാണ് ഹോസ്പിറ്റൽ? ഏതാണ്? സീരിയസ് എന്ന് പറഞ്ഞോ? ഓക്കെ. മേഘ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അമ്മ ഒന്ന് വീട്ടിൽ വീണെന്ന് പറഞ്ഞു. ഞാൻ മോളെ ജംഗ്ഷനിൽ ഇറക്കി വരട്ടെ? പ്രശ്നമുണ്ടോ? ഇല്ല സാർ, ഞാൻ പൊക്കോളാം. ഓക്കെ. ഹലോ, ഫാത്തിമ മിസ്, മേഘ ഇതുവരെ വീടെത്തിയില്ലല്ലോ. അവളെത്തിയില്ല. അവള് വിഷ്ണു സാറാണ് മേഘനെ പിക്ക് ചെയ്തത്. ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഞാൻ സാറിനെ വിളിച്ചിട്ട് പറയാം. ഓക്കെ. ഹലോ ടീച്ചറെ പറയൂ. സാറ് മേഘനെ പിക്ക് ചെയ്തില്ലേ? ആ കുട്ടിനെ വീട്ടിലാക്കിയില്ലായിരുന്നോ? ഞാൻ അവളെ പിക്ക് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ചെറിയൊരു അത്യാവശ്യം ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അമ്മ ബാത്റൂമിൽ തെന്നിയിരുന്നു. ഞാൻ അവളെ ഒരു ജംഗ്ഷനിൽ ഇറക്കി വിട്ടിട്ട് പിന്നെ പോകുന്നതാണ്. എന്ത് പ്രശ്നം തന്നെ ടീച്ചറെ? സാർ, ആ കുട്ടിയുടെ പാരന്റ് വിളിച്ചിരുന്നു. ഇതുവരെ മേഘ വീട്ടിലെത്തിയിട്ടില്ല. സാറിന് സിസ്റ്റർ ഒന്ന് ഇൻഫോം ചെയ്യായിരുന്നു ആ കുട്ടീനെ വഴിയിൽ ഇറക്കിവിട്ട കാര്യം. അയ്യോ ടീച്ചറെ, ഞാൻ അവളോട് ചോദിച്ചു, മോളെ ഞാൻ വീട്ടിലേക്ക് ആക്കി തരണോ, അർജൻസി ഉണ്ട് എന്ന് ചോദിച്ചാണ്. പക്ഷെ അവള് വീട്ടിലേക്കുള്ള വഴി അറിയാം, ഒറ്റയ്ക്ക് പൊക്കോളാന്ന് പറഞ്ഞാണ്. അയ്യോ, സാറൊന്ന് അന്വേഷിക്കൂ, ഞാനും ജസ്റ്റ് നോക്കട്ടെ. ശരി ടീച്ചറെ, ശരി. ഓക്കെ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെടുത്തു. പ്രതിയെന്ന് സംശയിക്കുന്ന സ്കൂൾ അധ്യാപകൻ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. +2 വിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിൽ ബന്ധിപ്പിക്കുന്ന മതിയായ തെളിവ് കണ്ടെത്താത്തതിനാൽ അധ്യാപകനെ കോടതി ജാമ്യത്തിൽ വിട്ടു. സാറിപ്പോ സ്കൂളിലേക്ക് വരണ്ട, സാറിനെ തിരിച്ചെടുക്കണ്ടെന്നാണ് PTയിൽ എല്ലാവരും പറയുന്നത്. ഒരു അധ്യാപകൻ എന്ന് പറയാൻ നാണല്ലേ നിങ്ങൾക്ക്? എന്നാലും സാർ അങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. ടീച്ചറോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ പറഞ്ഞു? മേഘന്റെ മരണത്തിനെ പറ്റിയാണ് പറയാനുള്ളത്. മേഘന്റെ മരണത്തിൽ വിഷ്ണു സാർ നിരപരാധിയാണോ എന്നൊരു സംശയമുണ്ട്. പിന്നെ മോളെ എന്താ പറഞ്ഞിരുന്നേ?
അരവിന്ദ് സാറിന് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. മോളെ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലേ ഇതിനെ പറ്റി? ഇല്ല. നിങ്ങൾ വന്നിട്ട് സംസാരിക്കാം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. +2 വിദ്യാർത്ഥിനിയുടെ പീഡന കൊലപാതക കേസ് പുതിയ നിർണായക വഴിത്തിരിവിലേക്ക്. സ്കൂളിലെ മറ്റൊരു അധ്യാപകൻ അരവിന്ദ് അറസ്റ്റിൽ. പ്രതി കുറ്റസമ്മതം നടത്തിയതായി പോലീസ് റിപ്പോർട്ട്.